ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പം നമ്മൾ രാവിലെ ആയിട്ട് നമ്മുടെ മീനെല്ലാം തീറ്റ കൊടുക്കാൻ ഇറങ്ങിയൊക്കെയാണ്. ആകെ എൻ്റെ കയ്യിൽ 3 ടാങ്ക് പോലത്തെ സംഭവം ഉള്ളത്. അത് ഈ ടാർപ്പാക്കുളം ഞാനും എൻ്റെ അച്ഛനും കൂടെ പണിതയാണ്. വർഷങ്ങൾക്കായി പണിതിട്ട് എൻ്റെ മേളത്തെ ഷീറ്റൊക്കെ മാറാതായിട്ടുണ്ട്. അതിന് നമുക്ക് എൻ്റെ തീറ്റയൊക്കെ കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു റിങ്ങും ഒരു സ്ക്വയർ ടാങ്കും ഉള്ളത്. ഇതിനകത്ത് ഞാൻ വാളേനെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് കൂടുതൽ മീനൊക്കെ നല്ല രീതിയിൽ മീനൊക്കെ ഉണ്ട്. കുറച്ച് ചെറുതാണുള്ളത്. അടുത്തത് നമ്മുടെ ടാർപ്പാക്കളാണ്. അതിനകത്ത് ചുമല സിലോപ്പിയും കുറച്ച് ഒരു വൈറ്റ് ബ്ലാക്ക് ഷാർക്കും പിന്നെ കുറച്ച് തിലോപ്പിയും കിടപ്പുണ്ട്. അല്ലാത്ത മീനൊക്കെ കിടപ്പുണ്ട്. എനിക്ക് ഇതായിട്ട് അറിയത്തില്ല എന്തോരം മീനൊക്കെ കിടപ്പുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ തോടാണ്, ഞങ്ങളുടെ കരിമീൻ തോടാണ്. അതിനകത്ത് നിറച്ച് കരിമീനാണ്. ഞാൻ തീറ്റയിട്ട് കൊടുക്കുമ്പോൾ നേരത്തെ എന്താ കണ്ടത്, ഇതിനകത്ത് നിറച്ച് കരിമീനാണ്. ഇതിനകത്തൊരു ക്യാറ്റ് ഫിഷുകളുണ്ട്, സാധാ മുഷി. അതിവിടെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അത് മുകളിലോട്ടൊന്ന് അതും ഇപ്പോൾ പെല്ലറ്റ്സൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഗൈസ്, ഇതേ ഇപ്പം നമ്മുടെ ഈ കുളത്തിൽ ക്യാറ്റ് ഫിഷായിട്ട് കിടക്കുന്നത്. മുഷി എന്ന് പറയുന്ന നാടൻ മുഷി. പിന്നെ നിറച്ച് കരിമീനാണ്, മീഡിയം സൈസ് എല്ലാ കരിമീനും. പിന്നെ കുറച്ച് പരലും പള്ളത്തിയും ഒക്കെ കിടപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ അടുത്ത കരിമീൻ തോടും. ഇതിനകത്തും മറ്റേതിനകത്തും സെയിം തന്നെ, കരിമീൻ തന്നെ. പക്ഷേ ഇതിനകത്ത് ഞങ്ങൾ ഒരു ദിവസം ഫുള്ള് പിടിച്ചുകൊണ്ട് ഇപ്പം കുറച്ച് കരിമീനൊക്കെ കിടപ്പുള്ളൂ. കരിമീൻ ചെളിയുടെ അടി പോയിരിക്കുന്നതുകൊണ്ട് ഫുള്ള് വറ്റിച്ചിട്ടാണ് എല്ലാം പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ വർഷത്തിലൊരിക്കലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു. ആ സമയത്ത് കുറച്ച് തിലോപ്പിയും വരാലും അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ഈ തോട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ 3ാമത്തെ കുളം. പിന്നെ ഇതിനെ ഞങ്ങൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം രോഹു, വാള, കട്ടള, അങ്ങനത്തെ വരാല് ഇതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ തീറ്റ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് പെല്ലറ്റ്സ് ഒക്കെ തിന്നും. ഇതിനകത്ത് മിക്കതും കൂടുതൽ വാളയാണ് കിടക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഉണ്ടോ ഗൈസ്? ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴെല്ലാം കൂടുതലും മിക്കവാറും കൂടുതലെല്ലാം വാളയാണ് കിടക്കുന്നത്. ഞങ്ങളുടെ അപ്പുറത്തുനിന്ന് വെള്ളം കയറിയപ്പോൾ ചാടിപ്പോയതാണ് ഇതെല്ലാം. പക്ഷെ ഇതിനകത്തൊക്കെ കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. എല്ലാം അടിക്കുന്നത് വാളയാണ്. വെയിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഈ സൈഡിലൊക്കെ ഞാൻ വേണേൽ സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ വേണേൽ തീറ്റ ഇട്ട് കഴിയുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് രീതിയിൽ കാണാൻ പറ്റും. സൈഡിൽ നിന്നൊക്കെ വന്ന് കഴിക്കുന്നത് വാളയാണ്. ഇത് കണ്ട ഗൈസ്, കുറേ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വാളയാണ് ഈ തോട്ടിൽ ഫുള്ളുള്ളത്. തോട് അങ്ങ് നീളത്തിൽ കിടക്കുന്ന തോടാണ്. ഇച്ചിരി നീളമൊക്കെ ഉണ്ട്. പെല്ലറ്റാണ് ഇതിൻ്റെ തീറ്റ എടുക്കുന്നത്. രണ്ടാമത് കാണിക്കുന്ന ഈ തോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി കരിമീനും കൂടെ ഉള്ള തോടാണ്. ഈ അടിക്കുന്നതെല്ലാം കരിമീനാണ്. പക്ഷേ ഇതിനകത്ത് വാള കുറവാണ് ഗൈസ്. ഇതിനകത്തെല്ലാം ഇച്ചിരി മിക്കവാറും കരിമീനൊക്കെയാണുള്ളത്. ഈ നടുക്ക് ഞങ്ങൾ ഒരു കരിമീനെ മാത്രമായിട്ട് ഇട്ടിരുന്ന വലയാണ് ആ കമ്പ് 4 കുത്തി വെച്ചിരുന്നത്. അത് ഞങ്ങൾ അഴിച്ച് കളഞ്ഞായിരുന്നു നേരത്തെ. ഇതാണ് ഞങ്ങളുടെ വാളക്കുളം. ഇതിനകത്ത് നിറച്ച് വാളയാണ്. ഈ വരുന്ന എല്ലാം വാള. ഇതിനകത്ത് വേറൊരു മീനേ ഇല്ല. ഞങ്ങൾ ഇതിനെ വാങ്ങിച്ച് ഇതിനകത്തോട്ട് നേരെ അങ്ങ് ഇടുകയായിരുന്നു. പിന്നെ അത് നിറച്ച് ഫുള്ള് വാളയാണ്. അത്യാവശ്യം നമ്മുടെ കൈ മടക്കുന്നതിൻ്റെ അവിടം വരെ ആയിട്ട് നീളമുള്ള വാളയൊക്കെയാണ് ഈ തോട്ടിൽ കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിന് വേസ്റ്റ് ഒന്നും കൊടുക്കാറില്ല. ഫുള്ള് പെല്ലറ്റാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി ഗ്രോത്തിനൊക്കെ ഇച്ചിരി കുറവുണ്ട്. ഞങ്ങൾ ഇച്ചിരി ചെറിയ സ്പേസിലാണ് ഞങ്ങൾ ഇതിനെ ഇട്ട് വളർത്തുന്നത്. ഇതിനകത്ത് നേരത്തെ കാണിച്ച പോലെ കണ്ട വാളയാണ് ഇതിനകത്ത് ഫുള്ള് കിടക്കുന്നത്. ചെറിയ സ്പേസ് കൊണ്ട് വലിപ്പം ചെറുതായിട്ടേ ഉള്ളൂ.
എന്നാലും ചെറുതൊന്നുമല്ല, ഇച്ചിരി മീഡിയം സൈസൊക്കെ ഉണ്ട്. ചിലതൊക്കെ ഉള്ളൂ അതിനകത്ത് ഇച്ചിരി ഒരു 10 20 കാണത്തുള്ളൂ, ഇച്ചിരി നന്നായിട്ട് നീളമൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ തീറ്റയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മൾ വളർത്തുന്ന കുളം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.